എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ നോമ്പ് കഞ്ഞി തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നോമ്പ് കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരി നമ്മൾക്ക് കലത്തിലോ കുക്കറിലോ വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 വിസിലടിച്ചാൽ അരി വെന്ത് കിട്ടും. കലത്തിലാണെങ്കിലും ഒരുപാട് വേവ് ഉണ്ടാവില്ല, കാരണം നമ്മൾ എടുക്കുന്നത് പച്ചരിയാണ്. അധികം വേവില്ലാത്ത പച്ചരി എടുക്കാം. 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ജീരകശാല കൈമാരി എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കാനും ഈ ഒരു അരി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് നന്നായി കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്തി വയ്ക്കാം. ഒരു അരി കുതിർത്തി വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കാം. നോമ്പ് കഞ്ഞിക്കൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണിത്. ഇതൊരു ജീരകം പോലുള്ളൊരു സംഗതിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ നല്ല ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നന്നായി തിളച്ച വെള്ളത്തിലിട്ട് ഈ ഒരു അരി വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് കൊടുത്തിട്ടും നന്നായി തിളച്ച് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് ഈ അരി നന്നായി വെന്ത് കുഴഞ്ഞു വരും. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം അരി വേവുന്തോറും ആ വെള്ളം അതിലേക്ക് വലിച്ചെടുത്ത് കുറവായിരിക്കും വെള്ളം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കളർ ഉണ്ടാവും. ചിലർക്ക് കളർ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല, ഒരു 4-5 വെളുത്തുള്ളി മതിയാവും. ഇനി ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതൊക്കെ ഒരു മീഡിയം ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ക്യുമിൻ സീഡ് അല്ലെങ്കിൽ നല്ല ജീരകമാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്കൊരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരവിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള വിളഞ്ഞ തേങ്ങ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇനി അത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന അരിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിച്ചാൽ കഞ്ഞി റെഡിയാവും. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് താളിച്ചൊഴിക്കാം. താളിച്ചും കൂടെ ഒഴിക്കുമ്പോഴാണ് ആ ഒരു കഞ്ഞിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിവിടെ വെളുത്തുള്ളി മാത്രമേ താളിച്ചൊഴിക്കുന്നുള്ളൂ. ഉലുവയൊക്കെ താളിച്ചൊഴിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ ഒരു കഞ്ഞി ഇതുപോലെ മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതൊരു ട്രഡീഷണൽ കഞ്ഞിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു അരി 2 മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഓരോ ഇടങ്ങളിലും ഈ ഒരു കഞ്ഞിക്ക് വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പലതായിട്ടാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.